ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. സഭ സാമൂഹ്യ പ്രവർത്തനം ചെയ്യണം എന്നതിനെക്കുറിച്ച് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സഭ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട ആവശ്യകത ഉണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള അറിവ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ സാധിക്കില്ല. പരിശുദ്ധാത്മാവിൻ്റെ നിറവും കൂടി ഉണ്ടായിരിക്കണം എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കി. കാരണം സമൂഹത്തിലുള്ള വ്യക്തികൾക്ക് അവരുടെ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുവാൻ കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ പോക്കറ്റിൽ നിന്നും ഒന്നും എടുത്ത് നിറവേറ്റി കൊടുക്കണ്ട. അതിനുള്ളത് കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, അതിനുള്ള സാഹചര്യം ദൈവം നമുക്ക് നൽകിത്തരും എന്നും ഞാനോ ലോക അവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടെ ഉണ്ടാകും എന്നും പറഞ്ഞിട്ടുണ്ട്. നാം പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനവും നാം മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തിൻ്റെ വചനം നാം മനസ്സിലാക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിനും വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം. അതിന് ഉപവാസവും പ്രാർത്ഥനയുമല്ലാതെ വേറെ ഒരു മാർഗവുമില്ല എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നാം ഉപവാസവും പ്രാർത്ഥനയും കൂടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് പൂർണ്ണമായിട്ടും അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ വചനം ഒരു ജനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഇടയ്ക്ക് എത്തുമ്പോൾ ആദ്യം അവരുടെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ ആവശ്യം നിറവേറ്റി കൊടുത്തതിന് ശേഷം ദൈവത്തിൻ്റെ വചനവും ദൈവസ്നേഹവും നമ്മളിലൂടെ അവരിൽ എത്തിക്കുമ്പോൾ അവർ ദൈവഭാഗത്തേക്ക് ചേർന്ന് സ്വർഗരാജ്യത്തിന് ഒരു ആദായമാകും എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നാം മനസ്സിലാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിന് ആവശ്യകതയാണ് എന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ മനസ്സിലാക്കി. നാം എപ്പോഴും പറയുന്നൊരു കാര്യം ഉണർവും നവീകരണവും. പിന്മഴയുടെ അനുഭവത്തിന് വേണ്ടി സഭ കാത്തിരിക്കുന്നു. എന്നാൽ ശബത്തിൽ മാത്രം ഒരു 4 മണിക്കൂർ തുറന്നു വയ്ക്കുന്ന സഭകൾ, അല്ലെങ്കിൽ ആരാധന ദിവസം മാത്രം 4 മണിക്കൂറോ 5 മണിക്കൂറോ തുറന്നു വയ്ക്കുന്ന സഭകൾ ഉപവാസവും പ്രാർത്ഥനയാൽ ബലപ്പെടുന്നില്ല. ആ ഉപവാസവും പ്രാർത്ഥനയും ബലപ്പെട്ടുകൊണ്ട് സമൂഹത്തിലിറങ്ങി വിശക്കുന്നവർക്ക് ആഹാരം നൽകുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുവാനും രോഗസൗഖ്യത്തിന് വേണ്ടി വാഞ്ചിക്കുന്നവർക്ക് രോഗസൗഖ്യം നേടിക്കൊടുക്കുവാനും അവരുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളല്ല ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാനുള്ളൊരു പ്രാർത്ഥനാ ജീവിതം നമുക്ക് ഉണ്ടായിരിക്കണം. അതിന് ഉപവാസവും പ്രാർത്ഥനയും കൂടിയേ തീരത്തുള്ളൂ. നാം ഉപവാസവും പ്രാർത്ഥനയുമെല്ലാം നാം കഴിഞ്ഞതിന് ശേഷം, ഉപവാസവും പ്രാർത്ഥനയുമെല്ലാം കഴിഞ്ഞ് നമുക്ക് എല്ലാ താലന്തും ലഭിച്ചതിന് ശേഷം അടുത്ത് പ്രവർത്തനമാണ് വരുന്നത്. ആ പ്രവർത്തനം എപ്രകാരമായിരിക്കണം എന്നതിനെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു ഇന്ന് നമ്മോട് സംസാരിക്കുവാൻ പോവുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ ദൈവമേ, പ്രാർത്ഥന മാത്രമല്ല പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ, ദൈവമേ, ആ പ്രവർത്തനം ദൈവഹിതത്തിൽ എപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് അടിയങ്ങൾ ഇതാ ധ്യാനിക്കുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെയായിരുന്നു. യേശു ക്രിസ്തു എവിടെയെല്ലാം പോകുന്നു, ഈ 12 ശിഷ്യന്മാരും കൂടെ പോയിരുന്നു. യേശു ക്രിസ്തു ചെയ്ത അത്ഭുത പ്രവൃത്തികൾ, രോഗശാന്തി ശുശ്രൂഷ, ഇതെല്ലാം ഈ അപ്പോസ്തലന്മാർ കണ്ടിട്ട് അവർക്കും ഇത് ചെയ്യണമെന്ന വാഞ്ചയിലുണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അതുവരെ കാത്തു നിൽക്ക. അതിന് ശേഷം നിങ്ങൾക്ക് ദൈവവേലയുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. നാം ഇവിടെ
അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ, സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ശിഷ്യന്മാരെല്ലാവരും മാളിക മുകളിൽ ഇരുന്നു കൊണ്ട് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം അവരിലുണ്ടാകുകയും പിന്നെ അവർ അതുവരെയും ഉണ്ടായിരുന്ന വ്യക്തികൾ അല്ലായിരുന്നു. അതിന് ശേഷം അവർ ചെയ്ത പ്രവൃത്തികൾ, അവർ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ, രോഗശാന്തി, അവർ നടത്തിയ ഓരോ കാര്യത്തിലും ദൈവത്തിൻ്റെ വഴി നടത്തിപ്പുണ്ടായിരുന്നു. അവർ ചെയ്തതെല്ലാം വിജയകരമായി. പക്ഷേ എപ്രകാരം വിജയകരമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രാർത്ഥന അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു, ഉപവാസം അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. വേറൊരു കാര്യവും പ്രധാനമായിരുന്നു, പ്രവൃത്തി. ദൈവത്തിൻ്റെ വചനത്തെ നിന്നും അവർ ഒരു വള്ളി അങ്ങോട്ടോ ഒരു പുള്ളി ഇങ്ങോട്ടോ അവർ മാറിയിട്ടില്ല. ദൈവത്തിൻ്റെ വചനം എന്താണ് അവർക്ക് നൽകുന്നത് എന്ന് അവർ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോസ്തലന്മാർ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ പുതിയ നിയമം ഇല്ല. നമ്മൾ ബൈബിളിൽ കാണുന്ന മത്തായിയുടെ സുവിശേഷം മുതൽ വെളിപ്പാട് വരെയുള്ള കാര്യങ്ങൾ അവിടെ ഇല്ല. പഴയ നിയമം മാത്രമേ ഉള്ളൂ. അത് മാത്രം അവർ പഠിച്ചു വെച്ചുകൊണ്ട് ഓരോ ദിവസം ദൈവത്തിൽ നിന്നും എന്ത് ദർശനമാണ്, എന്ത് അരുളപ്പാടാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കി ദൈവവേലയിൽ അവർ മുന്നോട്ട് പോയി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് ദൈവത്തിൻ്റെ വചനമുണ്ട്, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ. അത് മാത്രം നമുക്ക് പോരാ. നാം ദിനം പ്രതി അത് പഠിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നാം നേടിയെടുക്കണം. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. നാം ആത്മാവിൽ ദരിദ്രരാണ്. എന്താണ് ആത്മാവിൽ ദരിദ്രർ? നമുക്ക് ധനം എത്ര കിട്ടിയാലും നമ്മൾ ദാരിദ്ര്യം പറയുന്നവരുണ്ട്. അവർ ധനത്തിന് ദരിദ്രരാണ്. ആത്മാവിൽ ദരിദ്രരെന്ന് പറയുന്നത് നമുക്കെത്ര കിട്ടിയാലും മതി വരത്തില്ല. ആത്മാവിനെ നമുക്ക് നേടണം. അതാണ് ആത്മാവിൽ ദരിദ്രരായവർ. ഓരോ ദിവസവും ആത്മാവിനെ നേടിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ വചന അടിസ്ഥാനമായിട്ട് നമ്മൾ നേടിയെടുത്ത് ജനങ്ങളുടെ ആവശ്യങ്ങളും പ്രാർത്ഥനയാൽ നേടിയെടുക്കണം. ഒരു ഭവനത്തിൽ നാം കടന്നു ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഉപവാസത്താലും പ്രാർത്ഥനയാലും നാം നേടിയെടുത്തിട്ട് ഒരു ഭവനത്തിൽ നാം കടന്നു ചെല്ലുമ്പോൾ ആ ഭവനത്തിലുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തതിന് ശേഷം അവരിൽ നിന്നും സമ്മാനവും മേടിച്ച്, അവരിൽ നിന്നും പൈസയും സ്തോത്ര കാണിക്കകളെല്ലാം മേടിച്ച് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം സുരക്ഷിതമായി കൊണ്ടുപോകണം. സൈക്കിളിൽ നടന്നു വന്നു, സൈക്കിളിൽ വന്നു, പിന്നെ ബൈക്കിൽ വരും, കാറിൽ വരും, നാളെ പ്ലെയിനിൽ വരും. അങ്ങനെ അല്ല. ദൈവം പറഞ്ഞിരിക്കുന്നത്, നിനക്ക് ദാനമായി ഞാൻ നൽകിയിരിക്കുന്ന ഒരു താലന്തുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ നീ ഒരു വ്യക്തിയുടെ കാണാൻ ചെല്ലുമ്പോൾ, ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയാൽ നിറവേറ്റി കൊടുത്തിട്ട് അത് എപ്രകാരം നേടിയെടുത്തു എന്ന് അവർക്ക് നീ സാക്ഷിയായി നിൽക്കണം. അതിന് ശേഷം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി ഈ ഭൂമിയിൽ നശിക്കുവാൻ പോകുന്ന ഭൂമിക്ക് അനുരൂപരായി ജീവിക്കുവാനല്ല, നശിക്കുവാൻ വേണ്ടി പോകുന്ന ഈ ഭൂമി കർത്താവായ ദൈവം പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുവാൻ പോകുന്നു. അതിന് ദൈവത്തിൻ്റെ വചനം അതേപടി മനസ്സിലാക്കി ജീവിക്കണം. അതിനാദ്യം ദൈവത്തിൻ്റെ വചനം ഞാൻ മനസ്സിലാക്കണം. പലപ്പോഴും പരിശുദ്ധാത്മാവിനെ നമ്മൾ നേടിയെടുക്കും. ദൈവത്തിൻ്റെ വചനം അറിയാതെ പോയിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു കുറച്ചു ഭാഗം കഴിയുമ്പോൾ പരിശുദ്ധാത്മാവല്ല ആയിരിക്കും, അശുദ്ധാത്മാവായിരിക്കും പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ദിനം പ്രതി നമ്മുടെ ജീവിതത്തിൽ നാം നേടിയെടുത്തുകൊണ്ടിരിക്കണമെങ്കിൽ വചനപ്രകാരം ജീവിച്ചേ മതിയാകത്തുള്ളൂ. അത് എപ്രകാരം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും? നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൻ കർത്താവായ യേശു ക്രിസ്തു 40 രാവും 40 പകലും ഉപവസിച്ച ശേഷം അവന് വിശന്നു. ഇവിടെ
കർത്താവായ യേശു ക്രിസ്തു 40 രാവും 40 പകലും ഉപവസിച്ചതിന് ശേഷം വിശന്നു. നമ്മളും 40 രാവും 40 പകലും ഉപവാസം ഇന്ന് പലരും വയ്ക്കുന്നുണ്ട്. കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. പക്ഷേ അതിനെ ആർക്കും ഒന്നും പറയുവാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഓരോ വ്യക്തികളുടെ അവരുടെ കപ്പാസിറ്റി അത് ദൈവവും അവരുമാണ് തീരുമാനിക്കുന്നത്. അത് നേടിയെടുത്തുകൊണ്ട് അവർ ഉപവാസമെടുത്തതിന് ശേഷം ഒരു വിശപ്പുണ്ടായിരിക്കും. ചിലപ്പോൾ ചിലർക്ക് ആഹാരം കഴിക്കേണ്ട വിശപ്പായിരിക്കും, ചിലർക്ക് നേടിയെടുത്ത പരിശുദ്ധാത്മാവിനെ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കണം എന്ന വിശപ്പായിരിക്കും, ചിലർക്ക് ദൈവത്തിൻ്റെ വചനം എത്തിക്കണമെന്ന വിശപ്പായിരിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഒരു കാര്യം ചോദിക്കുവാനുണ്ട്. ദൈവത്തിൻ്റെ വചനം പഠിച്ചിട്ട് നാം അത് ദൈവവേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ നാം പഠിച്ചതെല്ലാം ഒരു വ്യക്തിയുടെ അടുത്ത് പറയണം. നമുക്ക് ലഭിച്ച ഈ വലിയ വിവരം അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച ഈ വലിയ ജ്ഞാനം മറ്റുള്ളവരുടെ ഇടയിൽ ഞാൻ കൊടുക്കണം, കാണിക്കണം. എനിക്ക് ഇത്രയും ജ്ഞാനമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം ബൈബിളിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് അവരുടെ മുമ്പിൽ കാണിച്ച് അവർ അത്ഭുതത്തോടുകൂടെ നോക്കി നിൽക്കണം എന്നാണോ? അതോ അപ്പോസ്തലന്മാരിവിടെ പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തു രോഗസൗഖ്യം നൽകി, കർത്താവായ യേശു ക്രിസ്തു അവരെ കുരുടന് കാഴ്ച നൽകി, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കയ്യിൽ ഒരു പൈസ പോലുമില്ല, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തു, അതിനുശേഷം അവരെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകേണ്ട ദൈവത്തിൻ്റെ വചനവും പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ആയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പഠിച്ചവർ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. കാരണം ജനങ്ങളുടെ ആവശ്യം നിറവേറ്റി കൊടുത്തിട്ട് വചനം പറഞ്ഞു കൊടുക്കുക, അവർ നഷ്ടപ്പെടില്ല. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് ലഭിച്ചവർ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കണം. അല്ലെങ്കിൽ അടുത്ത് വരാൻ പോകുന്നത് എന്താണെന്ന് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. യേശു ക്രിസ്തു വിശന്നു എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ സാധിച്ചു. ഉപവാസത്തിന് ശേഷം നമ്മളും ഉപവാസവും എടുത്ത് പരിശുദ്ധാത്മാവ് നേടിയതിന് ശേഷം നമുക്കും വിശപ്പുണ്ടായിരിക്കും ദൈവത്തിൻ്റെ വചനം ചെയ്യണമെന്ന്. അപ്രകാരമുള്ളൊരു സമയത്ത് അടുത്താരാണ് വന്ന് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞു, അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. ഈ പരീക്ഷകൻ ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അനന്തരം പിശാചാകുന്ന ആ പഴയ പാമ്പാകുന്ന പിശാചു പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. ഇവിടെ പരിശുദ്ധാത്മാവിനെ നേടിക്കൊണ്ട് നാം ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി 40 ദിവസവും 41 ദിവസവും നമ്മൾ യോഗങ്ങൾ കൂടി നമ്മൾ പരിശുദ്ധാത്മാവിനെ നേടിയിട്ട് നമ്മൾ അടുത്ത് വിശന്നിരിക്കുകയാണ്. എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം, അടുത്ത് ഞാൻ എന്ത് ചെയ്യണം എന്ന ശക്തിയോടുകൂടെ നിൽക്കുമ്പോൾ ഇവിടെ പിശാചു വരികയാണ്. പരീക്ഷകൻ വന്നിട്ട് പറയുകയാണ്, നീ ഈ കല്ലിനെ അപ്പമായി തീരുവാൻ പറയേ. പിശാചു എന്ന് പറയുകയാണ്, നീ ഓടിച്ചെല്ല്, അവർക്ക് രോഗസൗഖ്യം നൽക്. അവർക്ക് രോഗസൗഖ്യം നൽകിക്കഴിഞ്ഞാൽ അവർ പല ധനവും അവർ ഇന്ന് ഡോക്ടർമാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ ധനം നിനക്ക് നൽകും. ഓരോ മാസവും അവർ 25,000 രൂപയാണ് ഡോക്ടറിന് നൽകുന്നത്. അറ്റ്ലീസ്റ്റ് 15,000 രൂപയെങ്കിലും നിനക്ക് ലഭിക്കും. നീ അവിടെ നീ ചെല്ല്. ആ ഭവനത്തിന് വൈശാചിക പോരാട്ടമുണ്ട്. അവർ പലയിടത്തും പോയി പല കാര്യങ്ങളും കർമ്മങ്ങളും ചെയ്തു, മാറുന്നില്ല. നീ അവിടെ പോയി പ്രാർത്ഥിക്ക്. അവിടെ നിനക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ വൈശാചികൻ അല്ലെങ്കിൽ വൈശാചിക പോരാട്ടം മാറുമ്പോൾ നിനക്ക് ധനം അവരിൽ നിന്നും നേടാം. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് പറഞ്ഞു, നീ വിശന്നിരിക്കുകയല്ലേ, ഈ കല്ലിനെ അപ്പമായി തീരുവാൻ പറയും. നീ മനുഷ്യപുത്രനല്ലേ. നാളൊരിക്കൽ പരിശുദ്ധാത്മാവിനെ നേടി നാം നിൽക്കുമ്പോൾ പറയും, നീ പരിശുദ്ധാത്മാവിനെ നേടിയവനല്ലേ, നീ സഹോദരനല്ലേ, നീ പാസ്റ്ററല്ലേ, നീ പുരോഹിതനല്ലേ, നീ പള്ളിയിലച്ഛനല്ലേ, നിനക്ക് എന്തും ചെയ്യുവാൻ സാധിക്കും. നീ ഇത് ചെയ്, എന്നിട്ട് നിനക്കും ജീവിക്കുവാൻ സാധിക്കും എന്നിവിടെ പറയുകയാണ്. ഇവിടെ പറഞ്ഞപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഒരു കാര്യം പിശാചിനോട് പറയുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നിരുന്നാലും വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് യേശു, മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല
ദൈവത്തിൻ്റെ വായിൽ നിന്നും വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. മറുപടി പറഞ്ഞത്, പ്രവർത്തിച്ചത്, അവിടെ പ്രവർത്തിക്കുവാൻ ഒരവസരം കർത്താവായ യേശുക്രിസ്തുവിന് കിട്ടിയപ്പോൾ യേശുക്രിസ്തു പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ വചനത്തിന് അടിസ്ഥാനമായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് കീഴിൽ നിന്നായിരുന്നു. പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു അവിടെ മനുഷ്യപുത്രൻ കർത്താവായ യേശുക്രിസ്തു പ്രവർത്തിച്ചത്. ഇന്ന് പരിശുദ്ധാത്മാവിനെ നേടുന്ന സഭ, ആദ്യം പരിശുദ്ധാത്മാവിനെ നേടുന്നു എന്ന് നാം നോക്കേണ്ട ആവശ്യമുണ്ട്. ആരാധനകൾ മാത്രം, അല്ലെങ്കിൽ ആരാധനകൾക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് സഭകൾ ആഴ്ചയിൽ ഒരിക്കലുള്ള ആരാധനയ്ക്ക് വേണ്ടി മാത്രം അന്ന് വന്ന് ഉറങ്ങിയിരുന്നിട്ട് അങ്ങ് പോകും. പരിശുദ്ധാത്മാവിനെ നേടുന്നു സഭ. നേടുന്നുണ്ടെങ്കിൽ അത് നേടിക്കഴിഞ്ഞ് പിശാച് വരും, നിനക്ക് പല രീതിയിലും പ്രവർത്തിക്കാൻ പറയണമില്ല. എൻ്റെ ആവശ്യം, ഞാൻ വചനപ്രകാരം മാത്രമേ ജീവിക്കത്തുള്ളൂ. വചനപ്രകാരമുള്ള ജീവിതശൈലി, വചനപ്രകാരമുള്ള വസ്ത്രധാരണം, വചനപ്രകാരമുള്ള ആഹാര രീതി, ഇതെല്ലാം ഞാൻ വചനപ്രകാരമേ ജീവിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ട് എൻ്റെ തോന്നിയ വചനം ഞാൻ പറയത്തില്ല. ഒരു ഭവനത്തിൽ ചെന്നിട്ട് ആ ഭവനത്തിൽ നിന്നും പല സമ്മാനങ്ങളും ഞാൻ നേടത്തില്ല. അവർ നൽകുന്ന കാണിക്ക ഉണ്ടെങ്കിൽ അത് ദൈവവേലയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ട് തീർച്ചയായിട്ടും ഞാൻ ദൈവത്തിൻ്റെ വചനപ്രകാരം മാത്രമേ ജീവിക്കത്തുള്ളൂ. ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയുള്ളവനായിരിക്കും എന്ന് ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു. ഞാനും നീയും നിങ്ങളും പറയുവാൻ ഇന്ന് നമ്മൾ പ്രാപ്തനാകണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. അതിൻ പ്രകാരം അതേപോലെ തന്നെ വചന ശുശ്രൂഷയും വചനത്തിനെ കുറിച്ചുള്ള അറിവ്, വചനം പഠിച്ച് നാം മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ വചനം അതിപൂർണമായി ഒരു ഭവനത്തിൽ ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്നെത്തുവാൻ സാധിക്കും. രണ്ടാമത് ഇവിടെ പരീക്ഷകൻ വരികയാണ്. ഒന്നാമത്തെ തടസ്സം കഴിഞ്ഞ് വീണ്ടും പരിശുദ്ധാത്മാവിനെ നേടി നാം ജനങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ വചനവുമായി ചെന്നെത്തുമ്പോൾ ഉള്ള രണ്ടാമത്തെ തടസ്സം എന്ന് പറയുന്നത്, പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് യേശു അവനോട്, നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ രണ്ടാമത് ഇവിടെ പറയുന്നത്, നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ലേ, നീ ചെന്ന് ദൈവത്തിൻ്റെ പുത്രനായി അവരിൽ നിന്നും വലിയവനായി ജീവിക്ക്. പറഞ്ഞു, ഇല്ല, ഞാൻ അവരിൽ ഒരുവനായി ജീവിക്കും, എന്നാൽ അവരിലുള്ള പാപം എന്നിൽ കാണില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, അവരിൽ ചെന്ന് ദൈവം എന്നെ ആക്കിയിരിക്കുന്നത് അവരുടെ ഇടയിൽ എൻ്റെ പൂർണ്ണമായിട്ടുള്ള രാജ്യത്വവും രാജാവിൻ്റെ ആ മുഖപ്രകാശവും പ്രത്യാശയും ആ വരുന്ന തേജസ്സും കാണിക്കുവാനല്ല, അവരുടെ ഇടയിൽ ജീവിച്ച് അവർക്ക് വേണ്ടി മരിച്ച് അവരെ വീണ്ടെടുക്കുവാനാണ്. എങ്കിൽ ഞാൻ രാജാവിൻ്റെ ആ തേജസ്സോടുകൂടി എനിക്ക് പിന്നെയും വരുവാൻ സാധിക്കും. നിൻ്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുതെന്ന് എഴുതിയിട്ടുകൊണ്ട് ദൈവം പറയുന്ന പ്രകാരം ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുവാൻ ശ്രമിക്കുക. ആദ്യം ദൈവവചനപ്രകാരം നമ്മുടെ ജീവിതം ക്രമീകരിക്കുക. രണ്ടാമത് ദൈവവചനപ്രകാരം ജനങ്ങളുടെ ഇടയിൽ ചെന്ന് ജനങ്ങളോട് കൂടിയിരുന്ന് അവരുടെ അടുത്ത് കരുണയോടുകൂടി പെരുമാറി ദൈവത്തിൻ്റെ സ്നേഹം കാണിച്ച് അവരുടെ പാപം നമ്മളിൽ വരാതിരിക്കുവാൻ നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ജീവിക്കുക. മൂന്നാമത് ഇവിടെ പറയുന്നത്, പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയരമുള്ളൊരു മലയിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വങ്ങളെയും കാണിച്ചു. വീണെന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ട് പോ, നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത്, നമ്മുടെ ആരാധന ഏതാണ്? നാം ആരെയാണ് ആരാധിക്കുന്നത്? ആദ്യം ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ
നമ്മൾ ആത്മീയമായിട്ട് നമ്മൾ വളരണമെന്ന് മനസ്സിലാക്കി. ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കണം എന്നും നാം കഴിഞ്ഞ പ്രസംഗങ്ങളിലൂടെ മനസ്സിലാക്കി. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ച് ദൈവത്തിൻ്റെ വചനപ്രകാരം നാം നിൽക്കുമ്പോൾ നാം അതിൻ പ്രകാരം ജീവിക്കണം. അത് മറ്റുള്ളവരുടെ ഉയർത്തി കാണിക്കാതെ നമ്മളെ താഴ്മയായി അവരുടെ ഇടയിൽ നമ്മളെ തന്നെ എത്തിക്കണം. പിന്നെ പറയുന്നത്, നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും പേരും പെരുമയും പദവിയും എല്ലാം കിട്ടുമ്പോൾ, ധനവും നമ്മുടെ ആവശ്യത്തിനുള്ള ധനവും കിട്ടുമ്പോൾ നാം ആരെയാണ് ആരാധിക്കുന്നത്? മാമോലിനെയും ദൈവത്തെയും നിനക്ക് ഒരുപോലെ ആരാധിക്കാൻ പറ്റില്ല. ഒരു യജമാനനെ പറ്റത്തുള്ളൂ. ലോകത്തെയും ദൈവത്തെയും നിനക്ക് ആരാധിക്കാൻ പറ്റില്ല. ഒരൊറ്റ വ്യക്തിയെ നിനക്ക് ആരാധിക്കാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഈ കാര്യങ്ങളെല്ലാം അറിയേണ്ട ആവശ്യമുണ്ട്. കാരണം പരിശുദ്ധാത്മാവ് വാഗ്ദത്തമാണ്. പിന്മയുടെ അനുഭവം നമുക്ക് നൽകും. എന്തിനാണ്? അത് നമ്മുടെ വളർച്ചയ്ക്ക്, സ്വർഗത്തിൽ പോകേണ്ട വളർച്ചയ്ക്കും മറ്റുള്ളവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരേണ്ടതും കൂടെ ആവശ്യമാണ്. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിന് വേണ്ടി നാം കാത്തിരിക്കണം. നാം സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം അവരുടെ ഇടയിൽ സാക്ഷ്യമാകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് പേരുണ്ടാകും, പെരുമയുണ്ടാകും, നമുക്ക് സ്ഥാനമാനങ്ങൾ വരും, ധനം വരും. എന്നാൽ ഇതെല്ലാം നിനക്ക് ഞാൻ തരാമെന്ന് പിശാചും പറഞ്ഞിട്ടുണ്ട്. നാം ഏതിലാണ് നാം കണ്ണുവെക്കുന്നത്? പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന ലോകമോഹ സുഖങ്ങളിൽ കണ്ണുവെച്ച് പിശാചിനെ ആരാധിക്കുന്ന ഗതി നമുക്ക് വരുമോ? അതെല്ലാം ചപ്പും ചവറും എന്ന് എണ്ണി പ്രാർത്ഥനയാൽ നാം പരിശുദ്ധാത്മാവിനെ ഓരോ ദിവസം നാം ഏന്തിക്കൊണ്ട്, ഓരോ ദിവസം നാം ദൈവത്തോട് ചോദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ച് സ്വർഗരാജ്യത്തിലേക്ക് ആദായപ്പെടുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, സഭ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടണം. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവ് നേടിയെടുത്തതിന് ശേഷം പല വ്യക്തികളും ദൈവവേല വ്യാപാരമാക്കുകയാണ്. പൈസ വെച്ച് പ്രാർത്ഥിക്കുക, പ്രാർത്ഥന നേടിക്കഴിഞ്ഞാൽ പൈസ കൊടുക്കുവാൻ പറയുക. ഇതല്ല. ദൈവവേലയ്ക്ക് വേണ്ടി അവരെടുത്ത് ഒരു കൺവെൻഷൻ വയ്ക്കുവാനോ അല്ലെങ്കിൽ വേറൊരാളെ സഹായിക്കുവാനോ അവരിൽ നിന്നും കാശ് മേടിച്ചു കൊടുക്കുവാനോ ഇതെല്ലാം നമുക്ക് സാധിക്കും. എന്നാൽ ഇത്ര തന്നാലേ ഇത്ര പ്രാർത്ഥിക്കുവാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന പ്രവർത്തനങ്ങൾ, പൈസ നോട്ടമിട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നത് പിന്നെ പരിശുദ്ധാത്മാവല്ലേയിരിക്കും, അശുദ്ധാത്മാവായിരിക്കും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് സഭ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട ആവശ്യമുണ്ട്. ഇറങ്ങിച്ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിച്ചിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അധികമായിട്ടുള്ള ധൈര്യമുണ്ടായിരിക്കണം. അതേപോലെ തന്നെ വചനപ്രകാരമുള്ള ജീവിതവും നമുക്കുണ്ടായിരിക്കണം. അപ്രകാരമുള്ളൊരു ജീവിതം നയിച്ചുകൊണ്ട് സഭയാകുന്ന നമ്മൾ സമൂഹത്തിൽ ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുവാൻ, എല്ലാവരെയും ദിവ്യ വെളിച്ചം എന്താണെന്ന് കാണിച്ചു കൊടുത്ത് അവരെ ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്തുവാൻ ഇന്ന് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ ദൈവമേ, അങ്ങ് അടിയങ്ങളെ സഹായിച്ചു. ഉപവാസവും പ്രാർത്ഥനയും പരിശുദ്ധാത്മാവ് നേടിയെടുത്തതിന് ശേഷം ഞങ്ങളുടെ പ്രവർത്തനം എപ്രകാരമായിരിക്കണം എന്നും കൂടി അങ്ങ് അടിയങ്ങളെ പ്രബോധിപ്പിച്ചു. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.